നമസ്കാരം. പുതിയ GST സ്ലാബ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. 2025 സെപ്റ്റംബർ 22 ഈ ഒരു സ്ലാബിലുള്ള നികുതി ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഫീൽഡിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ എക്സ് ഷോറൂം പ്രൈസ് കാര്യമായിട്ട് കുറയും. മഹീന്ദ്ര ഓൾറെഡി അവരുടെ വാഹനങ്ങളുടെ എക്സ് ഷോറൂം പ്രൈസിൽ കാര്യമായിട്ടുള്ള കുറവ് വരുത്തിയിട്ടുണ്ട്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്രയുടെ ഥാറിൻ്റെ റിയർ വീൽ ഡ്രൈവ്, അതായത് RWD എന്ന് പറയുന്ന വേരിയൻറ്റ് LX ഹാർഡ് ടോപ്പ് ഡീസൽ മാനുവൽ ട്രാൻസ്മിഷന് നിലവിൽ 13,16,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ്. ഈ ഒരു വാഹനത്തിന് ഒരുപാട് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ കപ്പാസിറ്റി 1.5 ലിറ്ററാണ്, ഡീസൽ എഞ്ചിനാണ്, 4 മീറ്ററിന് താഴെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്ത്. തീർച്ചയായിട്ടും മഹീന്ദ്ര ഥാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, എക്സ്പെഷ്യലി ആ ഒരു റോഡ് പ്രസൻസ്, എന്നാൽ വലിയ 4x4 ഒരു ആവശ്യകതയൊന്നും ഇല്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വേരിയൻറ്റ് വളരെ ഹെൽപ്ഫുള്ളാണ്. ഫ്രണ്ടിൽ മാത്രമാണ് യാത്രാ കംഫർട്ടുള്ളത്. ബാക്കിലേക്കൊക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഥാർ 5 ഡോർ പോലെയല്ല, അവിടെ ഗ്ലൈഡ് പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നമ്മൾ പറയുമ്പോഴത്തേക്കും കുറച്ച് റഗ്ഗിഡാണ്. ബാക്കിലിരിക്കുമ്പോൾ നല്ല രീതിക്ക് കുലുക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ പേഴ്സണലി ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയതാണ്. തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഥാറിൻ്റെ LX ഹാർഡ് ടോപ്പ് മാനുവൽ ട്രാൻസ്മിഷനാണ് RWD വേരിയൻറ്റ്. ഈ ഒരു വേരിയൻറ്റിന് എത്രത്തോളം GST വ്യത്യാസം വരുമ്പോൾ ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. 2023 ജിംനി ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് തന്നെ മഹീന്ദ്ര കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ് എന്ന് പറയുന്നത് ഥാർ എന്ന് പറയുന്ന വാഹനത്തിൽ ഈ 1.5 എഞ്ചിൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതാണ്. 1497 cc 4 സിലിണ്ടർ ഇൻലൈൻ 4 വാൽ DOC കൈൻഡ് ഓഫ് എഞ്ചിനാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മൾ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ D117 CRDE എഞ്ചിനാണ്. ടർബോ ചാർജഡ് ഉള്ള എഞ്ചിനാണ്. നമുക്കത് അറിയാവുന്ന കാര്യമാണ്. ഡീസൽ എഞ്ചിനാണ്. 117 bhp പവർ, അത് 3500 RPM തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല 300 Nm ടോർക്ക്. വുഡ് യു ബിലീവ് 300 Nm ടോർക്ക്? 1750 മുതൽ 2500 RPM അതിനുള്ളിൽ ഈ ഒരു ടോർക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ്. 100 കിലോമീറ്റർ, അതായത് 0-ൽ നിന്നും 100 കിലോമീറ്റർ എത്താൻ 14 സെക്കൻഡ്സ് അപ്രോക്സിമേറ്റ്ലി വേണ്ടി വരും. പ്രാക്ടിക്കലി നമ്മൾ ഈ ഒരു വാഹനം ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 15 to 16 കിലോമീറ്ററിൽ തീർച്ചയായിട്ടും മൈലേജ് ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ ഒരു വാഹനത്തിൽ എത്രത്തോളം നമുക്ക് ബെനിഫിറ്റ് ലഭിക്കും എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും അതിൻ്റെ കാൽക്കുലേഷനിലേക്ക് പോകേണ്ടി വരും. ആ ഒരു കാൽക്കുലേഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം നിർമ്മിച്ച് കമ്പനിയുടെ ലാഭവും ചേർത്ത് വെളിയിലോട്ട് ഇറക്കുമ്പോഴത്തേക്കും അതിനൊരു ബേസ് പ്രൈസാണ് നമ്മൾ ഇടുന്നത്, അല്ലെങ്കിൽ കമ്പനി ഇടുന്നത്. ഈ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എത്രയാണെന്ന് നമുക്കറിയില്ല. നമുക്കറിയാവുന്നത് എക്സ് ഷോറൂം പ്രൈസാണ്. അപ്പോൾ എക്സ് ഷോറൂം പ്രൈസ് നിലവിൽ മഹീന്ദ്രയുടെ LX ഹാർഡ് ടോപ്പ് മാനുവൽ ട്രാൻസ്മിഷൻ RWD എന്ന് പറയുന്ന വേരിയൻറ്റിന് 13,16,000 രൂപയാണ്. അതായത് വളരെ കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 13,16,000 രൂപയാണ്. ഈ 13,16,000 രൂപ എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് പ്രൈസ്, വാഹനം നിർമ്മിച്ച് കമ്പനിയുടെ ലാഭവും ചേർത്തിട്ട് വെളിയിലോട്ട് ഇറക്കുമ്പോൾ അവരിടുന്നൊരു ബേസ് പ്രൈസ് 10,26,000 രൂപയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? 10,26,000 രൂപയ്ക്കകത്ത് കമ്പനിയുടെ ലാഭം കൂടിയുണ്ട്. അപ്പോൾ ഈ ഒരു വാഹനം നിർമ്മിച്ച് പുറത്തോട്ട് ഇറക്കുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും എൻ്റെ ഒരു കാൽക്കുലേഷൻ പ്രകാരം ഒരു 9 ലക്ഷം രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 10,26,000 രൂപ ഈ ഒരു വാഹനത്തിന് ബേസ് പ്രൈസ് ആയിട്ടിടും. അതിൻ്റെ മുകളിൽ 28% GSTയും അതിൻ്റെ 1% സെസ് ആയിട്ടുള്ള 2,872 രൂപയും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ വില എക്സ് ഷോറൂം പ്രൈസ് 13,16,000 രൂപ എന്നുള്ള രീതിക്ക് മാറും. അത് 28% GSTയും 1% സെസ്സും ഉൾപ്പെടെയുള്ള കണക്കാണ്. അത് മാറി 18% GSTയിലേക്ക് മാറുമ്പോഴത്തേക്കും വരുന്ന ഒരു ചേഞ്ച് അത് നമുക്കൊന്ന് നോക്കാം. അതായത് 10,26,000 രൂപയുടെ 18% എന്ന് പറയുന്നത് 1,84,680 രൂപയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ആദ്യം 28% ആയിരുന്നപ്പോൾ GST വന്നുകൊണ്ടിരുന്നത് 2,87,280 രൂപയാണ്. അതാണ് ഇപ്പോൾ കുറഞ്ഞിട്ട് 18%ലേക്ക് വന്നപ്പോഴത്തേക്കും 1,84,680 രൂപയായിട്ട് മാറിയത്. അപ്പോൾ 1,84,680 രൂപയുടെ കൂടെ ബേസ് പ്രൈസ് ആയിട്ടുള്ള 10,26,000 രൂപ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് 12,10,000 രൂപയായിട്ട് മാറും. വുഡ് യു ബിലീവ്? അതായത് 13,16,000 രൂപ എന്നുള്ള രീതിക്ക് നിന്ന ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് ഇപ്പോൾ 12,16,000 എന്നുള്ള രീതിക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോഴും നമ്മൾ 1% TCS അടയ്ക്കണം. കാരണം 10 ലക്ഷത്തിന് മുകളിലേക്ക് ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതിന്
TCS അടയ്ക്കണം. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഏകദേശം നമുക്ക് വരുന്നൊരു ലാഭം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ്. 1,06,000 രൂപയുടെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും നമുക്കവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 12,10,000 രൂപ എന്ന് പറയുന്ന എക്സ് ഷോറൂം പ്രൈസിൻ്റെ മുകളിൽ 15% റോഡ് ടാക്സ് ഈടാക്കുന്നത്. അപ്പോൾ 15% റോഡ് ടാക്സ് ഈടാക്കുമ്പോൾ അതിനും ആനുപാതികമായിട്ടുള്ളൊരു ചേഞ്ച് ഉണ്ടായിരിക്കും. ഇൻഷുറൻസിലും ആനുപാതികമായിട്ടൊരു ചേഞ്ച് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം ഓൺ റോഡ് വരുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി ഒരു 13.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് നിൽക്കും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും താർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ ആ ഒരു റോഡ് പ്രസൻസ്, അല്ലെങ്കിൽ 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാം, എനിക്കൊരു സ്പെഷ്യൽ വാഹനം വേണം എന്നുള്ള രീതിക്ക് കാണുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും മികച്ചൊരു വാഹനം തന്നെയാണ് എൻ്റെ LX ഹാർഡ് ടോപ്പ് റിയർ വീൽ ഡ്രൈവ് മാനുവൽ ട്രാൻസ്മിഷൻ. തീർച്ചയായിട്ടും ഒരു കാര്യം കൂടി എടുത്തു പറയട്ടെ, നൈസായിട്ട് കോസ്റ്റ് കട്ടിങ് ഇപ്പോൾ നടത്തുന്നുണ്ട്. പിന്നിലുള്ള ആ അലോയ് വീല് മാറ്റിയിട്ട് സ്റ്റീൽ ട്രിമ്മാണ് ഇപ്പോൾ തരുന്നത്. നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ അതിൻ്റെ അലോയുടെ സൈസൊന്നും കുറച്ചിട്ടില്ല. അതിന് കവർ ചെയ്യാനായിട്ട് ഒരു പ്ലാസ്റ്റിക് കവറും കൊടുത്തിട്ടുണ്ട്. ഒരു 10,000 ഒരു 15,000 രൂപ പോലും കുറച്ചിട്ട് പോലുമില്ല. കാരണം അലോയ്ക്കെങ്കിലും ഒരു പ്രത്യേകിച്ച് ഒരു 10,000-30,000 രൂപയുടെ ഒരു കുറവുണ്ടായിരിക്കുമല്ലോ. അതെങ്കിലും കുറച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. കമ്പനികൾ ഇങ്ങനെയാണ്, അവരുടെ ലാഭത്തിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.